പ്രവാസ മലയാളികളായ നമുക്ക് ജീവിതത്തിലെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമയം നമ്മുടെ വസന്തകാലം, അതായത് നാട്ടിലേക്കുള്ള അവധി ദിനങ്ങൾ, അവധിക്കാലം. നാട്ടിലെത്തുമ്പോൾ കുടുംബസമേതം ചെലവഴിക്കുന്ന ആ സന്തോഷ നിമിഷങ്ങൾക്കൊപ്പം ചില ചെറിയ പ്രവാസി അനുഭവങ്ങൾക്ക് ചിലപ്പോൾ ചിരിപ്പിക്കുന്നതും ചിലപ്പോൾ ചിന്തിപ്പിക്കുന്നതുമായ അവസ്ഥകളും നമ്മെ കാത്തിരിക്കുന്നു. എന്നിവിടെ ആ അനുഭവങ്ങളെ കോർത്തിണക്കി നർമ്മത്തിന്റെ ചുരുളിൽ പൊതിഞ്ഞ് ചിരികളുടെയും ചിന്തകളുടെയും പാതയിലൂടെ നിങ്ങളെ കൊണ്ടുപോകുവാൻ സെന്റ് ജോസഫ് ജുബൈൽ ടീം കൂട്ടായ്മ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അരങ്ങിലും അടിയറയിലും പ്രവർത്തിച്ചവരെ നിങ്ങൾ ഓർക്കുമല്ലോ. അപ്പൻ ജോസഫ്, അമ്മ സിമി രാജി, മൂത്ത മരുമകൻ ടോണി എം ആന്റണി, മകൻ സനു രാജ്, രണ്ടാമത്തെ മരുമകൻ ജയ്സൺ വർഗീസ്, മരുമകൾ സിഫിന സനു, മരുമകളുടെ ആംഗള ലിനോയ് സെബാസ്റ്റ്യൻ, സംവിധാനം സനു രാജ്, ശബ്ദവും വെളിച്ചവും നിയന്ത്രണം ജോർജ് ജുള്ളി, വസ്ത്രാലങ്കാരം മിനി ജോർജ് സാമ്യ ടോണി, സാങ്കേതിക സഹായം ഫോട്ടോഗ്രാഫി തോമസ് കുട്ടി വർഗീസ്, സാമൂഹ്യ ശബ്ദ സഹായം ജോസഫ്. താങ്ക് യു. എന്റെ ഈശോയെ, എന്റെ ഒരു കഷ്ടപ്പാട്. ഞാനിവിടെ ടെൻഷനിലായിരുന്നു. നീ കൂടുതൽ ടെൻഷൻ അടിക്കാതെ പോയി ഒരു ബെഡ് കോഫി കൊണ്ടുവരൂ. ബെഡ് കോഫി അല്ല മനുഷ്യ, ബെഡ് കോഫി. എന്ത് കുന്തുമെങ്കിലും ആട്ടെ, പോയി കൊണ്ടുവരും. മൈ ഡാർജിലിംഗ്. സന്തോഷ വാർത്തയുമായിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്. നത്തിങ് ഓഫീസിലെ പോട്ടി. എന്ത് വാർത്ത? ലണ്ടനിൽ നിന്ന് മകൻ വരുന്നേ, നമ്മുടെ മകൻ വരുന്നേ. കാറ്റും തോളിലാക്കിയിട്ട് അവൻ വരുന്നേ, നമ്മുടെ മകൻ വരുന്നേ. നമ്മുടെ മകൻ വരുന്നേ, നമ്മുടെ മകൻ വരുന്നേ. എന്റെ മനുഷ്യ, അത് മകനല്ല, നമ്മുടെ മൂത്ത മരുമകനാ. എന്റെ ദൈവമേ, അവൻ ഇന്നും കള്ളാണോ? രണ്ടെണ്ണമകത്തില്ലേ ലാഗബോറ. ബാറ് കണ്ടാൽ എന്റെ ബോറു മാറും, രണ്ട് തല്ല് കിട്ടിയെന്നാൽ വാറും മാറും. നാലുകാല രണ്ടെണ്ണമകത്തില്ലേ ലാഗബോറ. ബാറ് കണ്ടാൽ എന്റെ ബോറു മാറും, രണ്ട് തല്ല് കിട്ടിയെന്നാൽ വാറു മാറും. അന്തിപ്പാതിരാ നേരം കാറിന്റെ ഉള്ളിൽ നിന്നും പെട്ടി തൂക്കി കയറി വരുന്നവനാരാടാ. അവനെന്റെ മകനെന്റെ ജോർജ് കുട്ടി. കയ്യിലുള്ള പെട്ടി ഉള്ളിൽ ജോർജ് കുട്ടി. നീ ഒന്ന് പതുക്കെ പറ അപ്പച്ചാ. ഹായ് മൈ ഡിയർ സൺ അപ്പച്ചാ. മോനെ വാടാ, വേഗം വാടാ. കൊടുത്ത് മെലിഞ്ഞു വെളുത്ത് കരിക്കട്ട പോലെ ആയില്ലോടാ ജോർജ് കുട്ടി. ഈശോയെ, പോയപ്പോ എന്തോളം നല്ല പേഴ്സണാലിറ്റി ആയിരുന്നു. ഇപ്പൊ എന്താ ഒരു കുറവ്? ഇപ്പൊ മുനിസിപ്പാലിറ്റി പോലായി. അളിയനെ കാത്ത് ഇത്ര നാള് കാത്തിരുന്നളിയ. എന്റെ പുഞ്ഞാരാളിയ, എന്റെ പുഞ്ഞാരാളിയ, തന്നോട് ഞാനൊരു പിന്നാരം പറയട്ടെ. ഞാനൊരു പിന്നാരം പറയട്ടെ. എന്നെ ഞെക്കി കൊല്ലാതെ നീ ഇങ്ങോട്ട്
അപ്പച്ചേ ചിന്നാലും പുന്നാലൊക്കെ പിന്നെ പറയാം. അപ്പച്ചന്റെ ബ്ലഡ് പ്രഷർ കൂട്ടാതെ പെട്ടി തുറക്കണം മോനെ. തുറക്കും മോനെ. അലിയും കൊണ്ടുവന്നിരിക്കുന്ന എന്തൊക്കെയാണെന്ന് തുറന്ന് കാണിക്കലയാ. എന്റെ അമ്മച്ചിക്ക് ഫോറും കൂടാതെ എന്റെ അപ്പച്ചന് കാരം കൂടാതെ എന്റെ അളിയന് കൂടും ഗ്ലാസും ഫ്രീ. മുണ്ട് ഷർട്ട് മിനി വേണ്ടെനിക്ക് ഒരു ജീൻസ് പഞ്ച് താട്ടാ. ഓ എന്റെ അപ്പച്ച, ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ പഴയ സ്റ്റൈലായിരിക്കും. ഓരോരുള്ളവരൊക്കെ പഴയ സ്റ്റൈൽ തന്നെ. ഓ ഈ നാട്ടിലുള്ളവരൊക്കെ അടിപൊളി ഫാഷൻ സ്റ്റൈൽ. അമ്മച്ചിയോടെ എന്റെ ദൈവമേ ഇത് എന്തോന്ന് കൊണ്ടാട്ടി മെഡിക്ക് കൊണ്ടാട്ടി മെഡിക്ക് അലി രാഷ്ട്രീയം കളിച്ച് നടക്കുന്ന അലിയന്റെ അലിയന. അപ്പച്ചാ അപ്പച്ചി പെട്ടിയെല്ലാം അകത്തേക്ക് മുക്കിക്കോ, ഇല്ലെങ്കിൽ അവനെല്ലാം ഖജനാവ് മുക്കുന്നോ അല്ലേ മുക്കും. 10,000,000 എന്റെ പൊന്നളിയ 1.5 ലക്ഷം രൂപയുടെ കടമുണ്ട്. ആളിനെ എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ പിന്നാലെ അളിയാ, എന്തോ അളിയന് വിവരമുണ്ടോ? ഇല്ല. വിദ്യാഭ്യാസം ഉണ്ടോ? ഇല്ല. സംസ്കാരമുണ്ടോ? ഇല്ല. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടോ? ഇല്ല. പിന്നെ അളിയൻ എങ്ങനെ ജീവിക്കും? അതല്ല ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. സുഖ ഭക്ഷണം സുഖ ജീവിതം എന്റെ അളിയാ. ഹോ, എന്റെ ദൈവമേ, എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്. ഈ വീട്ടിലൊരു കിരി സ്വന്തം കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്. എന്താ മോനെ നിന്റെ പ്രശ്നം? തുറന്ന് സ്പീച്ചു. തൊട്ടടുത്ത വീട്ടിലെ ജോസഫ് ചേട്ടന്റെ മുട്ട മോളെ കെട്ടിച്ചതാ. തൊട്ടടുത്ത വീട്ടിലെ ജോസഫ് ചേട്ടന്റെ മുട്ട മോളെ കെട്ടിച്ചതാ. അളിയിൽ എന്ത് മണ്ടത്തരമായി പറയുന്നത്? 46 വയസ്സല്ലേ ആയുള്ളൂ. സമയം ഇനിയും കിടക്കല്ലേ, കല്യാണം കഴിക്കാം. മണ്ണത്തരം കാട്ടും പൊന്നു സന്തതിയേ. എന്താ അപ്പച്ചാ? പ്ലാൻ എന്തുവാ നിന്റെ പ്ലാൻ എന്തുവാ? പ്ലാൻ എന്തുവാ? പ്ലാൻ എന്തുവാ? അപ്പച്ചാ, ഞാൻ ഒരു പെണ്ണെ സ്നേഹിക്കുന്നു. അവളെ നീ കല്യാണം കഴിച്ചോ? അയ്യോ പെണ്ണോ? ഏത് പെണ്ണു മോനെ? സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് കാലിമംഗലം. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് കാലിമംഗലം. സുന്ദരിയോ? ഏത് സുന്ദരി? സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. കയ്യിൽ കയ്യും വെച്ച് കണ്ണിൽ കണ്ണും വെച്ച് നെഞ്ചിൽ മന്ത്രം കൊണ്ടു ചേരുന്ന നേരം. എന്റെ മോനെ, നിനക്ക് ഇവിടെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലടാ. ഇവിടെ ആങ്ങളെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? അതിന് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കള്ളും കുടിച്ച് നാട്ടാരുടെ മെക്കിട്ട് കയറുന്ന വേന്ദ്രന. അവൻ നാട്ടാരെ കഷ്ടപ്പെടുത്തുന്ന റൗഡിയാ. അവനും കാര്യങ്ങൾ അറിയാറുണ്ടല്ലോ. എന്റെ ദൈവമേ, നിന്നെ പോലെ ഈ പണി ചെയ്യാൻ ആരുണ്ട്? തല്ലി ഒടിച്ചാൽ ഞൊണ്ടി നടക്കും കുട്ടകളെ ഞാൻ വിട്ടോളാം. അത് ശരി, റൗഡി വേലപ്പനടുത്താണ് വേല ഇറക്കുന്നത് അല്ലേ? ഇത് വേലത്തിലൊന്നും അല്ല, ഞങ്ങൾ തമ്മിൽ ഇഷ്ടം. ചേട്ടൻ ഞങ്ങളുടെ വിവാഹം നടത്തി തന്നു. എടാ, സ്ത്രീധനം മേടിക്കാതെ ഈ വിവാഹത്തിന് നിന്റെ വീട്ടുകാർ സമ്മതിക്കുവോ? ദൈവമേ, ശ്രീധരൻ ഇല്ലാതെയോ? സ്ത്രീധനം ഇല്ലാതെയോ? കുട്ടനാട്ടുകാരനാണ്, കുടുംബത്തിൽ പിറന്നോലെ അഭിമാനിയാണ്, ഞങ്ങൾ അറിയുമോടാ. അഭിമാനിയാണ് തന്റെ കയ്യിൽ വെച്ചോ അഭിമാനം, അപമാനം വരുത്താതെ സൂക്ഷിച്ചോടുതാൻ. ആ സ്വന്തം പെണ്ണട കെട്ടി നടത്താൻ നന്നായിട്ടറിയാടോ. എന്നാ കൊണ്ട് കെട്ടിച്ചോ, എന്തേലും കാണിച്ചോ. കുടുംബത്തിൽ പിറന്നൊരു സുന്ദരന പയ്യനെ ലണ്ടനിലെ ജോലി കണ്ട് കണ്ടം വിട്ടില്ലേ. സ്വന്തം മകന്റെ
ആസനിരാസകൾ ആജീവനാന്തവും പങ്കിട്ടുവാഴണമെന്നാളും. ഓ ആശനിരാശകൾ ആജീവനാന്തവും പങ്കിട്ടു വാഴണമെന്നാളും. എന്റെ പൊന്നു മോനെ, നീ ഞങ്ങളുടെ പ്രതീക്ഷകളെ ഞാൻ തകർത്തല്ലോടാ. അച്ഛാ, നിങ്ങൾ സ്നേഹിച്ചത് എന്നെയല്ല, എന്റെ പണത്തെയും ഞാൻ കൊണ്ടുവരുന്ന പെട്ടികളെയും. എന്റെ അനുവാദമില്ലാതെ നിങ്ങളത് വീതിച്ചെടുക്കുകയും ചെയ്തു. ഇനി എനിക്കൊരു ജീവിതം വേണം. ഞാൻ ഇവിടെയും എന്റെ കൂടെ കൊണ്ടുപോകുന്നു. ഇല്ലെങ്കിൽ സ്ത്രീധനമില്ലാത്തതിന്റെ പേരിൽ ഈ വീട്ടിലെ ഗ്യാസ് അടുപ്പും നാളെ ഒരുപക്ഷെ പൊട്ടിത്തെറിക്കും. സ്വന്തം ജീവിതം കളഞ്ഞ് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന എന്നെ പോലുള്ളവരുടെ മനസ്സ് കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പച്ച, അമ്മച്ചി, ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്തായാലും കല്യാണം കഴിഞ്ഞു, ഇതൊന്നും ആഘോഷിക്കണ്ടേ? എന്റെ പെങ്ങളുടെ കല്യാണം ഞാൻ ആഘോഷിക്കും. ഞങ്ങളുടെ അളിയന്റെ കല്യാണം ഞങ്ങളും ആഘോഷിക്കുമെന്ന് ഞാൻ ഊന്നി പറയുന്നു. മക്കളെ, ഈ അപ്പച്ചനോട് അമ്മച്ചോട് ക്ഷമിക്കടാ. മക്കളെ, ഇനി മേലാൽ നിന്റെ എന്റെയുള്ള വ്യത്യാസം വേണ്ട. നമുക്കെല്ലാവർക്കും കൂടി ഈ കല്യാണം മടിച്ചു പൊളിക്കാം. കമാൺ മക്കളെ.